come on. ചെറുപ്പൊരി ഇട്. ചെറുപ്പൊരി. ഇതെന്നാ ഇത്? എന്താ ഇത്? അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണോ, നല്ല ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ട്, നല്ല വലിയ ഞാവൽപ്പഴം. അപ്പൊ ഇതുകൊണ്ടല്ല അടിപൊളി ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോകണം. അതായത് എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വീട്ടിലൊക്കെ ചെയ്യുന്നൊരു സാധനമാണ് നമ്മുടെ ഈ കുഴക്കട്ട എന്ന് പറയും. അകത്ത് നമ്മുടെ എന്താ പറയുന്നത്, ഈ തേങ്ങയും ശർക്കരയും അതൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനം. അപ്പം നമ്മൾ ഈ ഞാവൽപ്പഴം കൊണ്ട് നല്ല നമ്മുടെ കുഴക്കട്ട ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്കവിടെ കുഴക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വാ കൂട്ടൂസ്. ഇപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാവൽപ്പഴം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഞാവൽപ്പഴത്തിൻ്റെ കുരു എടുത്ത് കളഞ്ഞ് അതിൻ്റെ ആ മാംസം മാത്രം എടുക്കണം. അപ്പം നമുക്ക് ഇതേപോലെ ഇതാണ്ടോ, നമുക്ക് ഈ കുരു എടുത്ത് കളയുക. അപ്പം ഈ കുരുവിലുള്ള ഈ മാംസം എല്ലാം നമുക്ക് എടുത്തിട്ട് ഈ കുരു എല്ലാം മാറ്റിയെടുക്കാം. അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. കൊള്ളാവോ? ആ, നല്ല മാംസവും ഉണ്ട്, അത്യാവശ്യം നല്ല മധുരമുണ്ട്. അത് അടിപൊളി സാധനം. എനിക്കറിയാലോ, നമ്മുടെ ഈ ഞാവൽപ്പഴം ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സാധനമാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ഞാവൽപ്പഴം എല്ലാം കുരുവെല്ലാം കളഞ്ഞതാ, നല്ല മാംസം മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവെല്ലാം നമ്മളെടുത്ത് കളഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മിക്സിക്കകത്ത് ഇട്ടിട്ടതിന് ശേഷം ഇതൊന്ന് അടിച്ച് ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിൻ്റെ നമുക്ക് ആ ഒരു ചണ്ടി ഉണ്ടല്ലോ, ആ ഒരു വേസ്റ്റ് നമുക്ക് വേണ്ട. നമുക്ക് അതിൻ്റെ ആ ജ്യൂസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ അതിൻ്റെ ജ്യൂസ് റെഡിയാണ്. ഇതേപോലെ നമുക്ക് ജ്യൂസ് ആക്കി എടുക്കണം. കാരണം ഇതിൻ്റെ ആ വേസ്റ്റ് വന്നതാണ്, നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ ആ വേസ്റ്റാണ്, അതിൻ്റെ ആ ചണ്ടി എന്ന് പറയും, അതിൻ്റെ വേസ്റ്റാണ്. ഇതാണ് ഇത് ജ്യൂസ്. നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ജ്യൂസ് ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ബാക്കി ഇരിക്കുന്ന നമ്മുടെ ഞാവൽപ്പഴം കൂടി ഇതേപോലെ നമുക്ക് ജ്യൂസ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഞാവൽപ്പഴം എല്ലാം ജ്യൂസ് അടിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഴക്കട്ടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കാനുണ്ട്. കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്കിത് കുഴയ്ക്കാനായിട്ടുള്ള ഇതിനുവേണ്ടി നമ്മുടെ നേരത്തെ നമ്മൾ അടിച്ച് വെച്ചിട്ട് ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസ് അതങ്ങോട്ട് ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരു ശകലം ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് കുഴയ്ക്കണം. അവിടെ കുഴക്കട്ടയ്ക്കുള്ള മാവ് ഏകദേശം കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ കുഴക്കട്ടയ്ക്കുള്ള മാവെല്ലാം കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇതാണോ ഏകദേശം നല്ല വയലറ്റ് കളറായിട്ട് നമ്മുടെ ആ ഞാവൽപ്പഴത്തിൻ്റെ ആ എസൻസ് ചേർത്തില്ലേ, ആ ഒരു ജ്യൂസ് ചേർത്തതിൻ്റെയാണ് നമുക്കിപ്പോൾ ഈ വയലറ്റ് കളർ വന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുഴക്കട്ടയ്ക്ക് അകത്ത് വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നേരം മാറ്റി വെക്കാൻ, നമുക്ക് കുഴക്കട്ടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് തേങ്ങാപ്പീര എടുക്കണം. അപ്പോൾ അതിന് നമുക്ക് തേങ്ങ എല്ലാം ഒന്ന് പൊട്ടി സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ പീരയെല്ലാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ ശർക്കര ഉരുക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. എളുപ്പത്തിൽ ഒന്ന് ഉരുക്കി കിട്ടാനായിട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാണോ, എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ പീര ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത്. അപ്പോൾ നമ്മുടെ കുഴക്കട്ടയ്ക്കുള്ള ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് നമുക്ക് തണുക്കാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉണ്ടയെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കുഴക്കട്ടയ്ക്കുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നമുക്ക് ഉണ്ട പിടിച്ച് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ ചേർത്തിട്ടുള്ള നമ്മുടെ ആ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഉണ്ട പിടിച്ചെടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഉണ്ട റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാഷ്നട്ടും ഒരു കിസ്മിസും ഒരു അലങ്കാരത്തിന്. അപ്പം ഒരു പീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം. പിന്നെ നിങ്ങളൊക്കെ ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങളത് കുഴക്കട്ട ഉണ്ടാക്കാൻ പഠിച്ചില്ലയോ? ഇനിയിപ്പോൾ അടുത്ത ഇത് നേരെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് അടുത്ത ദിവസം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ബാക്കിയുള്ളവരുടെ എല്ലായിടത്തും വേണം നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കി നോക്കാണ്. മാവെല്ലാം നല്ല സെറ്റായിട്ട് നമ്മൾ ഉണ്ട ഉരുട്ടി നല്ല ഇങ്ങനത്തെ അക്സസറീസ് എല്ലാം അകത്തെല്ലാം ഫില്ല് ചെയ്ത് സംഭവം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് നമ്മളിവിടെ ഇഡ്ഡലിക്കുട്ടം സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം വെള്ളം ചൂടാകാനായിട്ട് വെച്ചേക്കാം. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നിനകത്ത് എടുത്ത് വെച്ച് നമുക്ക് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അല്പം നെയ്യ് തേച്ച് കൊടുക്കുക. കാരണം ഇതിനകത്ത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരല്പം നെയ്യ് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ ഉണ്ട ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരു തട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അടുത്ത ഒരു തട്ടും കൂടെ വെച്ചതിന് ശേഷം പഴയതുപോലെ തന്നെ ശകലം നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കുക. വീണ്ടും നമ്മുടെ ഉണ്ട ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുഴക്കട്ട എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ച് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് വേവിക്കൽ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് ട്രിപ്പായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം അടുത്ത ബാക്കിയുള്ള നമുക്ക് വേവിച്ചെടുക്കാം. കുഴക്കട്ട വെന്തോന്നൊന്ന് നോക്കാം.
ഒരു ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. സാധനം സെറ്റായിട്ടുണ്ട്. ഇതാണ്ട് അതിൻ്റെ കളർ കണ്ടോ? നമ്മൾ നേരത്തെ ഇടുമ്പോൾ ഒരു ലൈറ്റ് വയലറ്റ് കളറല്ലായിരുന്നോ? ഇപ്പം നല്ല അത്യാവശ്യം ഡാർക്ക് വയലറ്റ് കളറായി. നമ്മൾ ആ നേരത്തെ ഈ നെയ്യ് തേച്ച് വെച്ചുകൊണ്ട് ഇതാണ്ടോ ഈ സംഭവം അടുക്കി പിടിക്കാതെ നല്ല സെറ്റായിട്ട് നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് സാധനം നമുക്കൊന്ന് മാറ്റാം. ഇതാണ്ടോ ഒരു ശകലം പോലും ഇത് അടുക്കി പിടിച്ചിട്ടില്ല. നമ്മൾ ആ നെയ്യ് തേച്ച് കൊടുത്തോണ്ടുള്ള ഒരു ഗുണമായിരുന്നു അത്. ഓൾറെഡി നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, നമ്മളിത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കുഴക്കട്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടോ നമ്മളിത് ആക്ച്വലി ആദ്യം നമ്മളിത് എന്താ പറയുന്നത്, ബോയിൽ ചെയ്യാനായിട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു ലൈറ്റ് കളറായിരുന്നു. ഇപ്പം നമ്മൾ ബോയിൽ ചെയ്തപ്പോൾ അത്യാവശ്യം ഒരു ഡാർക്ക് വയലറ്റ് കളറായിട്ട് മാറിയിട്ടുണ്ട് സാധനം. കാരണം ഇതിനകത്ത് നമ്മൾ വേറെ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ആ ഒരു ഞാവൽപ്പഴത്തിൻ്റെ ആ ഒരു ജ്യൂസിൽ നിന്ന് അതിൽ നിന്ന് വന്ന കളറാണ് ഇത് മൊത്തം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്കിത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അതാ അവിടെ മേലെ നമ്മുടെ കാഷ്നട്ടും കിസ്മിസും പിന്നെ ഈ സാധനം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആഹാ വേണ്ട നമ്മുടെ ശർക്കരയും ഇതല്ല എടുക്കടാ, എടുത്തിട്ട് സംഭവം ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയോ. ഇതാണ്ടോ അകത്ത് ആ ഫില്ലിങ് എല്ലാം നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു സംഭവം കാണോടാ, സംഭവം കിടുമല്ലേ? നമ്മുടെ എന്താ പറയുന്നത്, ഞാവൽപ്പഴത്തിൻ്റെ ആ ഒരു കവർച്ചയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കാരണം ആ നമ്മൾ സാധാരണ ഒരു ആ കുഴക്കട്ട ആ ഒരു കളറ് വന്നിട്ടുണ്ടെന്നുള്ളത്. എന്നാൽ ഞാവൽപ്പഴം ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ആ ഒരു സാധാരണ നമ്മൾ ഞാവൽപ്പഴം കഴിക്കുമ്പോൾ അതിനൊരു കവർപ്പ് വരും. ആ ഒരു കവർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിപൊളിയായിട്ടുണ്ട്. സംഭവം പൊളിയല്ലേ? അത് നമ്മുടെ ഒരു പരീക്ഷണമായിരുന്നു. സംഭവം വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. കണ്ടോ, അത് നമ്മുടെ ആ തേങ്ങയുടെ ഫില്ലിങ്ങും കാര്യങ്ങളെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് സാധനം. ഇത് നമുക്ക് രാവിലെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാനായിട്ട് അടിപൊളി ഒരു സാധനമല്ല. കാരണം ഇതൊരു കളർഫുൾ ആയതുകൊണ്ട് പിള്ളേർക്ക് കഴിക്കാൻ അവർക്കൊരു പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഒരു അട്രാക്ഷൻ ആവും ഇത്. അപ്പോൾ ഇത് നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ ഒക്കെ സീസൺ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരെണ്ണം കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആഹാ വേണ്ടോ, നമ്മുടെ ആ കുഴക്കട്ടയ്ക്കകത്ത് നമ്മുടെ മെയിനായിട്ട് ആ ഒരു നമ്മുടെ ആ ശർക്കരയും മെയിനായിട്ട് അറിയാം, നമ്മുടെ ശർക്കരയും നമ്മുടെ ഏലക്കയും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് ലെവൽ വേറെയാണ്. അടിപൊളി സാധനം. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സാധനം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ഓക്കെ, ബൈ.